വേക്ക് അപ്പ് ഫ്രം യുവർ സ്ലംബർ. ഉറക്കത്തിൽ നിന്ന് ഉണരുക. ഒരു കോളാണിത്. നമ്മൾ ഒരാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ്. ഉറങ്ങുന്നവനെ ഉണർത്താൻ എളുപ്പമാണ്, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പാടാണ്. ഉറങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഉറങ്ങുന്നവരെ ഉണർന്നെഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുകയാണ്. എടുത്ത് വായിക്കുന്ന വചനം, ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പോയിട്ട് അത് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരരുത്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് വചനം അയക്കുന്നത്. ഇതൊരു എഡിക്റ്റ് ആൻഡ് ഓർഡർ ഫ്രം ദ ലിവിങ് ഗോഡ്. അതുകൊണ്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:14, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉണ്ടാ, യു ആർ ബ്രിങ്ങിങ് ലൈറ്റ്. ഉറങ്ങുന്നവനെ നീ ഉണരുക. ഉറങ്ങുന്നവനെ ഉറക്കത്തിൽ നിന്ന് നീ ഉണരുക. ദൈവത്തിൻ്റെ നിർബന്ധം. ഒരാൾ വിളിച്ചു പറയണം. കർത്താവ് പ്രോഫസി പറയുന്ന പോലെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരാൾ വിളിച്ചു. നമ്മുടെ ഭവനത്തിൽ ഉറക്കവും മടിയും അലസതയും ദൈവത്തിന് നീതിയല്ലാത്ത ഒക്കത്തില്ല. ഞാനും എൻ്റെ തലമുറയും ഞങ്ങൾ യഹോവയെ സേവിക്കും. പറ രാവിലെ തൊട്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യന്, ഒത്തിരി പ്രായമില്ല, ആ മനുഷ്യൻ അയാളുടെ മോന് സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 4 ദിക്കിലേക്കും നോക്കി അവനെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു വരാൻ യെശയ്യാ 60 1, 2 എടുത്ത് വായിക്കാൻ പറയാൻ പറഞ്ഞു. ആ മനുഷ്യൻ അച്ചട്ടായിട്ട്, ഒരു കത്തോലിക്ക മനുഷ്യനായിരുന്നു തോന്നുന്നു, അച്ചട്ടായിട്ട് ആ മനുഷ്യൻ അത് എടുത്തുകൊണ്ട് തിരിച്ചു പോയിട്ട് അത് തന്നെ അയാൾ ചെയ്തു. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ചുറ്റുപാടും കൂരിരുട്ട്, എന്നാൽ നിൻ്റെ മേലോ വെളിച്ചം. അങ്ങനെ പറയാൻ പറഞ്ഞു. 60 എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നോളം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇരിക്കാൻ വന്നേച്ചു എന്നോട് വളരെ ദുഃഖത്തിൽ കരഞ്ഞേച്ചു പറഞ്ഞാണ്, മാഡം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവനെ ട്രെയിനിൽ വന്നിട്ട് സൂയിസൈഡ് ചെയ്യാൻ ട്രെയിനിൻ്റെ അടുക്ക ചെന്നിട്ട് അവിടുത്തെ ആ ശബ്ദം എന്നെ ടെലിഫോണിൽ കൂടെ കേൾപ്പിക്കും, ഞാനിപ്പോൾ ചാടുമെന്നും പറഞ്ഞു. ഒരപ്പൻ്റെ മുമ്പിൽ അത് പറഞ്ഞ് എന്തോ ഒരു ദുഃഖം. ഞാൻ പറഞ്ഞു അവനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നേ. പരിശുദ്ധനായ ദൈവം അതിനെ റിസ്ട്രെയിൻ ചെയ്യുന്നു. ഓർഡർ ഈസ് സെൻറ്റ് ടു റിസ്ട്രെയിൻ ഇറ്റ്, ഫിനിഷ്ഡ് വിത്ത്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടു. അതുപോലെ വിശ്വസിച്ച് പോയി. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്നത്, ഒരു പ്രശ്നമില്ലാതെ ആ കൊച്ചൻ തിരിച്ച് വീട്ടിൽ പോയി. ഇന്ന് അവൻ സന്തോഷമായിട്ട് ദൈവത്തിനെ വർഷിപ്പ് ചെയ്ത് നടക്കുന്നു. മനുഷ്യന് ഉറങ്ങുന്നവൻ ഉണരണം. നമ്മൾ ബുദ്ധിഹീനതായിട്ട് നടക്കുമ്പം പലപ്പോഴും മക്കൾക്കല്ലെന്നേ പ്രശ്നം, നമുക്കാ പ്രശ്നം. നമ്മളിലുള്ള അലസത മാറണം. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന സംസാരം നമുക്കെന്തോ ചെയ്യും. ചിലരൊക്കെ ചോദിക്കും നമുക്ക് എന്നാ ചെയ്യും. എനിക്കത് കേൾക്കുമ്പോഴേ പിടിക്കൂല. നമുക്കെന്ത് ചെയ്യാൻ വെക്കും? നിൻ്റെ നാവിന്മേൽ അനുഗ്രഹമുണ്ട്, ഉള്ള അധികാരം എടുത്ത് ഉപയോഗിക്കുന്നേ. അത് നിർബന്ധമാണ് ദൈവത്തിന്. ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന് 5:10 തൊട്ട്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിനൊരു ഫ്രൂട്ടുണ്ട്, അല്ലെങ്കിൽ ഫലമുണ്ട്. അതെന്താണ്? നല്ല സകല നൽഗുണവും നീതിയും സത്യവും. നമുക്ക് നീതിയും സത്യവും സൽഗുണമുള്ളവരെ മതി. അങ്ങനെയുള്ളവർ ഇനി എൻ്റെ ജീവിതത്തിൽ വന്നാൽ മതി. അടുത്ത തലമുറയുള്ള അങ്ങനെ അല്ലാത്തവർ അഴിഞ്ഞുപോട്ട് കൊടഞ്ഞു എടുത്തു കർത്താവ് എടുത്തു മാറ്റുന്നു തലമുറകളിൽ നിന്ന്. ചില കൂട്ടുകെട്ടുകൾ ശരിയല്ല, അഴിഞ്ഞു പോകട്ടെ. ചില സ്കൂളുകൾ ശരിയല്ല, മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ ഇരുട്ടിലുമായിട്ട് നമുക്കെന്ത് കാര്യം? ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ. ഇരുട്ടിനെ ശാസിക്കാൻ അധികാരമുണ്ട്. ഇവിടെ നിൽക്കാനൊക്കത്തില്ല. ചിലരോട് നമ്മളെന്ന് പറയത്തില്ലേ, ശരിയാണ്, ഇവിടെ ഈ വീട് വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറിയിരിക്കണം, നിർബന്ധമാണ്. കാരണം വീട് ഉപയോഗിക്കുന്നത് തിന്മയ്ക്കാണെങ്കിൽ മാറിയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പോയാൽ ബാക്കി ദൈവം ചെയ്തോളും, ക്ലിയറായിട്ട് ചെയ്യും. അത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ. അതിനിപ്പം പോലീസിനെയോ അല്ലെങ്കിൽ അധികാരികളെയൊന്നും വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. നാവിന് അതിനെക്കാട്ടി അധികാരമുണ്ട്. പക്ഷേ പറയുന്നത് ദൈവശബ്ദത്തിലായിരിക്കണം, ദൈവത്തിൻ്റെ ശക്തിയിലായിരിക്കണം. ഈ അന്തരീക്ഷ മണ്ഡലം, വായുമണ്ഡലം, സകലത്തിന്, ഭൂമിയിൽ മനുഷ്യൻ്റെ കാര്യം എല്ലാം നിയന്ത്രിക്കുന്ന ആത്മീയ ഗോളമാണ്. ക്ലിയറാണത്. ആത്മീയ ഗോളത്തിൽ ഈ ചാൻറ്റിങ് അല്ലെങ്കിൽ രാവിലെ വെളുപ്പിന് 4 തൊട്ടിട്ടുള്ള ഓരോ ചാൻറ്റിങ് നമ്മൾ കേൾക്കുമ്പോൾ അത് ഈ വായുമണ്ഡലത്തിൽ ഒരു ശക്തിയായിട്ട് ഒരു പടലം പോലെ അത് നിൽക്കുകയാണ്. അത് വെട്ടിമാറ്റണമെങ്കിൽ അതുപോലുള്ള തീയുള്ള സ്തുതിപ്പ് കയറി ചെല്ലണം. അത്
നമ്മൾ മനസ്സിലാക്കണം, രണ്ടാം സ്വർഗത്തിൽ ഈ ദുഷ്ടാത്മാക്കൾ ഒരു വല വരച്ച് വെച്ചിരിക്കുകയാണ്. ഈ വല പൊട്ടിക്കാൻ കഴിവുള്ള തീയാകുന്ന ശക്തിയാകുന്ന സ്തോത്രയാഗം സ്വർഗത്തിൽ ചെന്നെങ്കിലേ നമ്മുടെ പ്രാർത്ഥന കയറി ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടത്തില്ല, ചിലപ്പോൾ നീണ്ട പ്രാർത്ഥന. പക്ഷെ വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേരുമ്പോൾ തീയാണെങ്കിൽ ഏത് ബന്ധനവും അഴിക്കാൻ ഒക്കും. അപ്പം ദുഷ്ടപ്രവൃത്തി, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ കൂട്ടാളികളാരുത്. അവയെ ശാസിക്കുന്നു, ഞാൻ ശാസിക്കുന്നു അവയെ. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാകുന്നു. ശരിയല്ലേ? ഈ ഇരുട്ടിലെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ ലജ്ജയാണെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. അവയെ ശാസിച്ചാൽ മതി. ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അപ്പം ശാസന ചെല്ലുമ്പം ബോധം വരുന്നു. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ഇപ്പോൾ കൊച്ചു പിള്ളേർ ഒരു കമ്പ്യൂട്ടർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു മൊബൈൽ കൊടുക്കുക, അവർക്കൊരു ഫിക്സഡ് ടൈം 4 തൊട്ട് 5 വരെ. ഞാനത് ചെക്ക് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. 5 തൊട്ട് 6 മണി വരെ കമ്പ്യൂട്ടർ നോക്കിക്കോ ഞാൻ പറയുന്നത്, മറ്റേതെല്ലാം ഒരു ബ്ലോക്ക് ചെയ്യും. ഞാൻ പറയുന്നത് മാത്രം അത് കഴിയുമ്പോൾ 6 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ അത് ഓഫ് ചെയ്യണം. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഭവനങ്ങളുണ്ട്. അത് മുഴുവൻ നേരവും കമ്പ്യൂട്ടർ കൊടുത്തേച്ച് അവൻ എന്നാ കാണുന്നത് എന്നിട്ട് അത് കൂടെ സൂപ്പർവൈസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദീസ് ഇത് അധികം ഉപയോഗിക്കുന്നത് നമുക്ക് നന്മയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. ആര് പറയുന്നു? ദൈവത്തിൻ്റെ ആത്മാവിൽ അത് ബുദ്ധിയായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ശാസിക്കുമ്പോഴോ വെളിച്ചത്താൽ ബോധം വരും, ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവരും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു പ്രകാശിക്കണമെങ്കിൽ ഉറക്കവും മടി അലസതയും മാറിയൊക്കത്തുള്ളത് മാറിപ്പോകട്ടെ. അത് കുറേ നാളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ നിൽക്കുന്നെങ്കിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് ആത്മാവിൽ പറയുകയാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിന്ന ഒരു വാക്യമാണ് കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞതെന്നാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:2 ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. എന്താണ്? വളരെ പ്രധാനമല്ല, നമ്മളിതെല്ലാം മറന്നു പോകുന്നു. കൽപ്പനകൾ 10 കൽപ്പനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വീണ്ടും പുതിയ നിയമത്തിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിട്ട്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിലനുസരിപ്പീൻ. കർത്താവിലനുസരിക്കേണ്ടത് ദൈവത്തിന് നിർബന്ധമാണ്. ഒരു നല്ലതായിട്ടോ ചീത്തയായിട്ടോ ഒന്നല്ല, നല്ലതാണ് നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ, ഒരു കൊച്ചൻ മെഡിസിന് പഠിക്കുന്നവൻ അവൻ്റെ സ്വന്തം അപ്പനെ വെട്ടിക്കൊന്നു. സ്വന്തം അപ്പനെ എന്ത് ശിക്ഷണം കൊടുക്കേണ്ടിയെടുത്ത് ശിക്ഷണം കൊടുത്ത് വളർത്താതിരുന്നാൽ ഒന്നുമല്ല. നമ്മൾ ശിക്ഷണം നമുക്ക് ഒന്നുമല്ല, ബോധം ഇപ്പോഴെങ്കിലും ഉണ്ട്. ഇപ്പോഴും കറക്റ്റ് ചെയ്യാം, ഒരു നിമിഷം ഇപ്പം കറക്റ്റ് ചെയ്യാം. ഞാൻ അനുദപിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം വീഴട്ടെ, പാപബോധം നീതിബോധം വരട്ടെ. കർത്താവേ, നിൻ്റെ കുരിശതിന് മുമ്പിൽ ഞങ്ങൾ നാട്ടിവെക്കുന്നു. അവർ പോകുന്ന വഴിക്ക് മുൻപിൽ ഞങ്ങൾ കുരിശ് നാട്ടുകയാണ്. യു ടേൺ, തിരിച്ചുവരവ്, ഒരു മടക്കയാത്ര. അതാണ് എക്സോഡസ്, പുറപ്പാടെന്ന് പറയുന്നത് എന്തുവാ? നീ പോയിരിക്കുന്ന വഴിയിൽ നിന്ന് തിരിച്ചു വരിക. ജീവിതത്തിൽ എല്ലാവർക്കും ഒരു എക്സോഡസ് ഉണ്ട്. അതിന് ഈ എക്സോഡസ് എന്ന് പറയുന്ന കാര്യത്തിന് ലീഡ് ചെയ്യാൻ ഒരു മോശം ഉണ്ടായിരുന്നു ഇല്ലേ പുറപ്പാടിനകത്ത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുറപ്പാട്, തിരിച്ചു വരാൻ ദൈവം ഒരാളെ നിയോഗിക്കുന്ന ദിവസമായിരുന്നു. പോയി കിടക്കുന്നവരെല്ലാം തിരിച്ചു കൊണ്ടുവരട്ടെ ഇവിടെ. കർത്താവിന് നിർബന്ധമാണ്. വഴിയോരത്ത് കിടക്കുന്ന മക്കളെ പോലും, അതാണല്ലേ 99 ആടുകളെ ഇട്ടേച്ച്, അത് രക്ഷിക്കപ്പെട്ടവരാണ് കേട്ടോ. ഈ 99 ആടുകളെ മാറ്റി നിർത്തിയേച്ച് ഒരാട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് യേശു ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാണുന്നുണ്ടോ യേശു പോകുന്നത്? യേശു പോകുന്ന വഴിക്ക് ഫ്യൂവൽ വേണം. സ്തോത്രം. അതാണ് ഭൂമി മുഴുവനും പിശാചിൻ്റെ അല്ലേ. കർത്താവിന് പോലും നടക്കാൻ വയ്യാത്ത പോലെ ആക്കി വെച്ചിരിക്കുകയല്ലേ. മുള്ളും പറക്കാരെയല്ലേ, പാറകൾ കൊണ്ട് നിറഞ്ഞ വഴികളിലെ കർത്താവെ വിളിച്ച് സ്തുതിക്കുക. കർത്താവ് അന്യഭാഷ അറിയാവുന്നൊരു അന്യഭാഷയെ തന്നെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പിശാചിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവനിപ്പോൾ ആപ്പ് വെക്കാനൊക്കെ ഇതില്ലല്ലോ. അതുകൊണ്ട് അന്യഭാഷ എടുക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എല്ലാവർക്കും അന്യഭാഷ കൊടുത്തെന്ന് പറയുന്നു. 3 തരത്തിലുള്ള അന്യഭാഷയുണ്ട്.
പക്ഷെ ഞാൻ പറയുന്ന അന്യഭാഷ എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ. ചിലപ്പോൾ മലയാളത്തിൽ തന്നെ അത് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയും ഞാനും കൂടെ പ്രാർത്ഥിക്കാണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ അമ്മ പിന്നെ ഞങ്ങൾ പറയുന്ന വിഷയമൊന്നുമല്ല അമ്മ എടുത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കും എന്താ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചല്ലോ. അമ്മ പറയും കറക്റ്റാണ്, അതിനൊക്കെ ഉത്തരം അമ്മ ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ കേട്ടെന്ന് പറയും. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് തലം മാറുമ്പോൾ ഭാഷ, അന്യഭാഷ, ദൈവത്തിൻ്റെ ഭാഷ, ദൈവം മലയാളത്തിലും സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. ഒരാൾ പ്രസംഗിച്ചപ്പം അയാൾ ദൂരേന്ന് വന്ന് ഒരു ജാപ്പനീസ് അയാൾ അന്യഭാഷ പറഞ്ഞത് ജപ്പാനിലായിരുന്നു. ജാപ്പനീസ് ലാംഗ്വേജ് പറഞ്ഞപ്പോൾ അയാൾ മാനസാന്തരപ്പെട്ടു, യേശുവിനെ കണ്ടു. അപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. നമ്മൾ ഭാഷ അറിയത്തില്ല എന്നും പറഞ്ഞൊരു സ്ഥലത്ത് പോകാതിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോൾ വായി തുറക്കുമ്പം ദൈവം ഒന്നിൽ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, ദൈവഭാഷയിൽ പറയിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭാഷ തർജ്ജിമ തരാൻ ആളിനെ തരും. ഇതൊക്കെ ദൈവത്തിന് അസാധ്യമല്ല. വാഗൊണ്ട് വിളിച്ചു പറയുക, അനുസരണമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. അനുസരണക്കേടെന്ന ദുഷ്ടാത്മാവിനെ, അവിശ്വാസമെന്ന ദുഷ്ടപിശാചിനെ അടിച്ചു മാറ്റിക്കൊണ്ട് അനുസരണത്തിൻ്റെയും വിശുദ്ധിയുടെ ആത്മാവ് കയറി വരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്തിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ദൈവമേ, മനുഷ്യനെ ശിക്ഷിക്കുവാൻ വളരെ സാവകാശത്തിൽ വരികയും അനുഗ്രഹിക്കാൻ ഓടി വരുന്നതുമായ ഒരു ദൈവം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവേ, പാപബോധം, നീതിബോധം, ഈ വലിയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാതെ മുടിയനായ പുത്രൻ്റെ പോക്കുപോലെ പോയി അവിടെ കുറേ സുഖിക്കുന്നിടത്തെ വെള്ളം നിന്നു പോകട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവിടുത്തെ വെള്ളം നിൽക്കട്ടെ. ആ ഉറവ സ്റ്റോപ്പ് ചെയ്യപ്പച്ച, ഉറവ നിൽക്കട്ടെ. തിരിച്ചു വരാൻ തന്നെ എൻ്റെ ബോധം. അതേ കർത്താവേ, മുടിയനായ പുത്രന് വെള്ളത്തിനും ഭക്ഷണത്തിനും ക്ഷാമം വന്നു. അത് പുറമേ ഉള്ളതാണ്. അന്നേരമാണ് അവന് ബോധം വന്നത്. അവൻ്റെ ബോധം തെളിഞ്ഞിട്ട് അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിലുള്ള ജോലിക്കാർക്ക് പോലും ഇതിൽ കൂടുതൽ സൗകര്യം. ഞാൻ തിരിച്ചു പോവുകയാണ്. സ്വർഗത്തോടും എൻ്റെ പിതാവിനോടും ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു പോകുകയാണ്. അങ്ങനെയുള്ള തിരിച്ചുവരവ് പല കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. പല അമ്മയപ്പന്മാർ അവർക്കാകുന്ന വിധത്തിലെല്ലാം അവർ സാക്രിഫൈസ് ചെയ്ത് പഠിപ്പിച്ച് മക്കളെ കൊണ്ടുവന്നിട്ട് മക്കൾ പ്രായം ചെന്ന് ഒരു പ്രാപ്തിയാകുമ്പം ജഡത്തിൽ നടക്കുന്നുവെങ്കിൽ ആ ശപിക്കപ്പെട്ടതായത് കരിഞ്ഞു പോകട്ടെ. ആ ഉറവയിൽ വെള്ളം ഒഴിക്കരുതേ അപ്പച്ച. അത് ഡ്രൈ ആയി പോണം അപ്പച്ച. അത് തീ കത്തി പോണം അപ്പച്ച. സ്വർഗത്തിലെ തീ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിയപ്പോൾ ഇറക്കിയ തീ ഇറക്കി കരിച്ചു കളഞ്ഞിട്ട് തരിശുഭൂമി ആയിരിക്കുന്നിടത്ത് പുതിയ മഴ അയച്ച് പുതിയ വിത്തിട്ട് നിലർത്താവെ ആ നിലമൊന്ന് ഉഴുതുമറിച്ചിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല വിത്ത് കിളിപ്പിച്ചിട്ട് നല്ല തോട്ടമാക്കിയാണ് കർത്താവെ ഉദ്യാനം, മരുഭൂമി ഉദ്യാനമായിട്ടും ഉദ്യാനം ഒരു വനമായും തീർന്നു ഫലഭൂയിഷ്ടിയുള്ള ഫലങ്ങളുണ്ടാകുന്ന വൃക്ഷങ്ങളാക്കി മാറ്റാൻ തക്കവണ്ണം കർത്താവിൻ്റെ നീരുറവ അവിടെ വരട്ടെ അപ്പച്ച. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണത്. പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുന്നു. പല പ്രാവശ്യം ഈ വചനം കേട്ട് കർത്താവിൻ്റെ വചനം അയക്കാനുള്ള കൃപ അനേക മക്കൾക്കുണ്ടാകട്ടെ അപ്പച്ച. പലരുടെയും തോളത്തിരിക്കുന്ന മുഖം ഒടിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. തലമുറകൾ തിരിച്ചു വരുന്നതായിട്ട് കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. He who began a good work in us is faithful to complete it. അവൻ തുടങ്ങിയ പ്രവൃത്തി പൂർത്തിയാക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന് തിരിച്ചു കൊണ്ടുവന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.